എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു ഗെയിം കളിക്കാനായിട്ട് പോകണതാണ്. സാധാരണ ഗെയിമൊന്നുമല്ല, ചെസ് അല്ല, ക്യാരംസ് അല്ല, അതുപോലത്തെ ഒന്നുമല്ല. എന്താണ് ഇതൊരു ഗെയിമാണ്. അതിനുവേണ്ടി നമുക്ക് 4 ഇത്തിരി വേണം. 4 ഇത്തിരി ആണ് ഇതിന് വേണ്ടത്. 4 അപ്പുറത്ത് എടുക്കരുത്. അത് നിയമമാണ് ഈ റൂൾ, ഗെയിമിൻ്റെ റൂളാണ്. പിന്നെ നമുക്ക് 4 കായ ഇതിന് വേണ്ടി ആവശ്യമാണ്. നമുക്ക് ഏത് കായ വേണമെങ്കിലും എടുക്കാം. 5 കായയും 6 കായൊക്കെ എടുക്കാം. പക്ഷെ അത് കുറേ മാക്സിമം ഒരു 4 കായാണ് നമ്മൾ വെക്കേണ്ടത്. കൂടാതെ എന്താണ് ഇങ്ങനെ 6 വര ഇങ്ങനെ വരക്കണം. ഒരു ഡിസ്റ്റൻസ് വലിച്ച് 6 വര വരക്കണം. പിന്നെ വീണ്ടും അതിൻ്റെ ഈ വശത്ത് ഇങ്ങനെ 6 വര ഇങ്ങനെ വരച്ചു കൊടുക്കണം. അതേപോലെ തന്നെ സെൻട്രൽ ഇങ്ങനെ ഇൻറ്റു ഇട്ട് വെക്കണം. ഇവിടെ ഇൻറ്റു നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇൻറ്റു ഇട്ട് വെക്കണം. കൂടാതെ ഈ ആരോ എന്ന് വെച്ചാൽ ഈ ആരോയിൽ കൂടെയാണ് നമ്മളിങ്ങനെ കയറുന്നത്. അപ്പോൾ അധികം പറഞ്ഞ വീഡിയോ നീട്ടുന്നില്ല, നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മുടെ പാർട്ട്ണറിനാണ് നമ്മൾ എത്രയാണ് വേണം? 3 അല്ലേ? അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നതാണ്. നമുക്കിപ്പോൾ വീണേക്കണം 4 4 4 വീണാൽ നമുക്ക് ഈ 4 കയറ്റാൻ. പക്ഷെ ഒരെണ്ണം പുറത്താണെങ്കിൽ നമുക്ക് ആരും കയറ്റാനായിട്ട് പറ്റൂല. 1 2 നോക്കാം. 4 ഇട്ട് ഇനി എന്താണ് 2 4ഉം 2 4. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 4 എല്ലാം ഇറക്കി നമുക്ക് 2 എത്ര വീണോ? 2 2 2 ഒരു 2. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കേട്ടോ. ഇപ്പം നമുക്ക് വീണേക്കണം 3 കേട്ടോ. ഇനി നമ്മൾ 3 എന്നാണ് വിളിക്കുക. അപ്പം നമ്മളെന്താ 3 നോക്കാം കേട്ടോ. ഇതിപ്പം നമ്മൾ പാർട്ട്ണറിന് എത്ര വേണം? 4 വീണട്ടാ. അത് സീനായിട്ടാ. 4 3 വീണ്ടും 3 തന്നെ കേട്ടോ. അത് ഇവിടെ 5 വീണ്ടും പൊടിയിട്ടാള് പൊടിയല്ലേ? പൊടി 3. ഇതിനെ നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ വീഴുമ്പോൾ 8 നല്ല ഭംഗിയാണ്. ഇത് വീഴാൻ ഭയങ്കര പാടാണ്. ചിലപ്പോഴൊക്കെ ഇത് വീഴാൻ സാധ്യതയുള്ളൂ. 8 എന്ന് വെച്ചാൽ എല്ലാം കമന്ന് കിടക്കണയാണ്. 4 സ്ഥലം മലന്ന്. അതെ 8 വീണ്ടും കളിക്കാൻ ചാൻസ് ഉണ്ട്. പൊടി ഇട്ടാൽ വീണ്ടും കളിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇട്ടാലും ഒരു കുഴപ്പമില്ല. പിന്നെ 2 അപ്പം 8 പൊടി 2 നമുക്ക് കിട്ടിയേക്കുന്നത്. എന്നാൽ ഇങ്ങനെയാണ് നോക്കേണ്ടത്. 1 2 3 4 5 6 7 8 ജസ്റ്റ് മിസ്റ്റാ. പൊടി 1 2 നമ്മളിത് ഇവിടം വരെ എത്തേട്ടാ. പൊടി 3 അല്ലേ? പൊടി 3 ആയിട്ടാ വീണേക്കണത്. നമ്മൾ 3 ഇട്ടാ. നമ്മളിപ്പോ ഒരെണ്ണം കേറാനായിട്ട് പോണെയാണ്. ഇതിപ്പോ നമുക്ക് പൊടിയായിട്ടാ വീണേക്കണം. പൊടി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ പൊടിന്ന് വെച്ചാൽ ഒന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നെ നമ്മൾ തന്നെ ഒരു സ്റ്റൈലിന് പൊടി നോക്കുന്നേ ഉള്ളൂ. പൊടി എന്നാണ് തന്നെ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളെന്ത് ചെയ്തു? പൊടിയാണ് വീണേക്കണം. അപ്പൊ നമ്മളൊന്ന് പൊടിക്ക് വെട്ടി. ഒന്നല്ലേ ഇങ്ങനെ 1 ഇട്ടപ്പോൾ അവിടെ ഒരു കായ ഉണ്ടെങ്കിൽ നമ്മളതിന് ഇങ്ങനെ വെട്ടുകയാണ് ഉണ്ടാകുന്നത്. വെട്ടുമ്പോൾ വേറൊരു കാര്യം കൂടി സ്പെഷ്യലായിട്ട് വേറൊരു കാര്യമുണ്ട്. വെട്ടുകളി കിട്ടും, ഒരു എക്സ്ട്രാ കളി കിട്ടും. ഇപ്പം നമ്മളിത് നമ്മൾ കളിച്ചിട്ടാ. കളിച്ചപ്പോൾ കണ്ട വീണ്ടും പൊടി തന്നെ നമുക്ക് വീണേക്കണേ. ഫ്രണ്ട്സ് പൊടി 3 വീണേക്കണം. പൊടി 1 2 3 അയ്യോ ഒരു പൊടി. അപ്പം മമ്മിക്കോ 3 എങ്ങനെ വെട്ടിയത്? എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? 3 എന്തൊക്കെയാണ് മൊത്തം ഉണ്ടായിരുന്ന? പൊടി 3 അല്ലേ? അപ്പം പൊടി 3 ആയിട്ട് 3 ഇട്ട് വന്നിട്ട്
അപ്പൊ നമുക്ക് പൊടിയാട്ടെ വിലക്കണത്. പൊടി പൊടി 2 പൊടി 2 പൊടി 3 കേട്ടോ. 1 പൊടി 1 പൊടി 1 2 3. അപ്പൊ ഇത് 2 വീണിട്ടുണ്ട് കേട്ടോ. എത്ര വേണം? 2 അല്ലേ? അപ്പൊ എന്നെ വെട്ടിയല്ലേ? ഓ സന്തോഷം അയാൾക്ക്. ഞാൻ കാണിച്ചുതരാം. 2 അപ്പൊ നമുക്ക് 4ഉം 2ഉം ആട്ടോ വീണത്. അപ്പൊ 1 2 3 4 1 2 അത് നമ്മള് 2 എണ്ണം കയറി കഴിഞ്ഞ ഷോകായി. 2 വെട്ടിയിട്ടോ എന്നാ കണ്ട 2 ഇട്ട് വെട്ടിയിട്ടോ. അയ്യോ നമ്മളതിന് കഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് അവിടെ എത്തിച്ചാണ് കേട്ടോ. ഇത് നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല. കക്ക വീണത് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. പകൽ ബുദ്ധിയും ഭാഗ്യമുള്ള ഒരു ഗെയിം ആട്ടത്. അതൊന്നും അറിഞ്ഞിട്ടോ. ഞാൻ കണ്ട 4 ഏതായിരിക്കും വീണ്ടും എനിക്ക് വീട്ടിൽ ഇഷ്ടമാണ്. 4ഉം 2 പൊടിയും കൂടി വീണെങ്കിൽ അതേപോലെ പൊടി 8 3 വീണേക്കണം. പൊടി 1 2 3 8 2. അയ്യോ എന്റെ 3 കയറി ചേച്ചി. മമ്മിന്റെ 2 പാർട്ട്നറിന്റെ 2 കയറി. ഇപ്പൊ 2 കയറാൻ 3 ഇതൊരെണ്ണം കയറി. പക്ഷെ ഒരെണ്ണം വന്നു 8 4 പൊടിയോ വീണ്ടും 8 അത്രയൊക്കെ വേണം. വന്നാൽ മാത്രമേ എനിക്ക് ജയിക്കാൻ വേണ്ട പറ്റുള്ളൂ. എന്നാ നമുക്ക് നോക്കാം. നമ്മളാ 2 വീണിട്ടുണ്ട് കായ്. മമ്മിയാണെങ്കിൽ 2 ഇട്ടാ ജയിക്കും. പാർട്ട്ണർ 2 ഇട്ടാ ജയിക്കും. അയ്യോ നമ്മള് തോറ്റുപോയി. ഇതേപോലെ നമ്മുടെ പാർട്ട്ണർ 2 ഇട്ട് ജയിച്ചിട്ടുണ്ട് കേട്ടാ. എന്താണ് ഈ സമയത്ത് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് ജയിച്ചപ്പ? എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഗെയിമായിരുന്നു. വേറെ വല്ലതും പറയാനുണ്ടോ? വേറെ വല്ലതും? ടൈം പാസ്സാണ്. അപ്പൊ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണെന്ന് അതിനെ പറ്റി എല്ലാം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ കുറെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അടുത്ത വീഡിയോ കാണാൻ